ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു കോമാളിത്തരമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി എന്ന് അവർക്ക് പറയുന്നത് കുറച്ചിലാണ് വരും. ഇന്ത്യ മുന്നണി എന്ന് പറയണം. എന്തിന് ഇന്ത്യ മുന്നണി എന്ന് പറയണം? ഇന്ത്യ എന്ന വാക്ക് അവർ പിരിച്ചെഴുതിയിരിക്കുന്നതിൻ്റെ അവസാനത്തെ എ എന്ന് പറയുന്നത് അലയൻസ് എന്നാണ്. അപ്പോൾ ഇന്ത്യ അലയൻസ് എന്നാണ് പറയുന്നത്. അതിന് മലയാളത്തിൽ ഇന്ത്യയും മുന്നണി എന്ന് പറയുന്നു. അതിൽ തെറ്റെന്താ? UDF മുന്നണി, LDF മുന്നണി എന്നാരും പറയാറില്ല. UDF എന്ന് വെച്ചാൽ തന്നെ മുന്നണിയാണ്, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. പിന്നെ ഒരു മുന്നണി ചേർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനും എന്നെ പോലുള്ളവരും ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അവർക്ക് ഇന്ത്യ എന്നുള്ള വാക്ക് ചുളുവിന് അവർക്ക് അടിച്ചു മാറ്റണം. അതിനിപ്പോൾ അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആ പേര് അങ്ങനെ ഇടണമായിരുന്നു. എനിവേ, പേരിട്ടപ്പോൾ അവർക്ക് തെറ്റിപ്പോയതിന് ഞാൻ ഉത്തരവാദിയല്ല. പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. ആരും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം നിങ്ങൾ കണ്ടിട്ട് എത്ര കാലമായി? ഒരു കൈവൊക്ക് പരിപാടി ഉണ്ടല്ല, എല്ലാവരും കൂടെ അങ്ങ് കൈവൊക്കും. തോളൊന്നും വയ്യാതെയായി നമ്മുടെ ശരത് പവാറിന്. കൈ അധികം പിടിച്ചു പൊക്കി കഴിഞ്ഞാൽ തോൾ ഊരിപ്പോരും, ആ അവസ്ഥയായി. അപ്പോഴും കൈവൊക്കുമായിരുന്നു. അങ്ങനെ കൈവൊക്കി ഒരു യോഗം പണ്ടെങ്ങാണ്ട് ഡൽഹിയിലോ രാംലീല മൈതാനത്തോ മറ്റോ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ സാധനത്തിൻ്റെ ഒരു യോഗവും നടന്നിട്ടില്ല. CPM പറഞ്ഞു ഞങ്ങളെ അതിൻ്റെ കൺവീനറാക്കണം, അല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ പറഞ്ഞു അങ്ങനെ കൺവീനറൊന്നും വേണ്ട. കൺവീനർ, ഒരു മുന്നണിക്കൊരു കൺവീനർ വേണ്ടേ? LDFന് TP രാമകൃഷ്ണൻ ആണ് കൺവീനർ കേരളത്തിൽ. UDFൻ്റെ കൺവീനർ ആരാണെന്ന് എനിക്ക് നിശ്ചയമില്ല, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് മാറും, എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാവും. MM ഹസനാണെന്ന് തോന്നുന്നു. എന്ത് വായിക്കോട്ടെ, അതിന് പേരിനൊരു കൺവീനറുണ്ടപ്പോൾ കൺവീൻ ചെയ്യാറൊന്നുമില്ല ദൈവാദിനം. UDF യോഗം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അടുത്ത കാലത്തെങ്ങാനും? ഇല്ല. LDF യോഗമുണ്ടോ? അതുമില്ല. ഇതുപോലെയാണ് ഇന്ത്യ മുന്നണി ഉണ്ടായ കാലത്തിന് ശേഷം അതിൻ്റെ ഒരു യോഗവും നടന്നിട്ടില്ല. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നം, കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രചരണത്തിനൊക്കെ ഇറങ്ങി കേജ്രിവാളിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കേജ്രിവാൾ മറ്റുള്ളവരോടൊക്കെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ പോക്കൃത്തനാണ് കാണിക്കുന്നത്, നമ്മൾ ഒരേ മുന്നണിയല്ലേ, അപ്പോൾ അയാൾ നമ്മളെ പിന്തുണയ്ക്കേണ്ടതല്ലേ? ഇതാണ് ചോദ്യം. കേജ്രിവാൾ പരസ്യമായിട്ട് പറഞ്ഞു, കോൺഗ്രസിനെ ഞാൻ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കിക്കും, ബാക്കി ചേട്ടന്മാരോട് പറഞ്ഞിട്ട്. ആര്? DMK, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കും. ഈ പുറത്താക്കുന്നൊക്കെ കേജ്രിവാൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി കാര്യമായിട്ട് എടുത്തില്ല. മാത്രമല്ല, അങ്ങേരുടെ ചെവിയിൽ പോലും പെട്ടില്ല ഇത്. അങ്ങേര് ഇത് കേട്ടിട്ടേ ഇല്ല എന്നുള്ള മട്ടിൽ അങ്ങേര് പ്രചരണം തുടങ്ങി. പ്രചരണം തുടങ്ങിയെന്ന് മാത്രമല്ല, അങ്ങേര് പറഞ്ഞു കേജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. വാസ്തവമാണ്. മദ്യനയ അഴിമതി കേസ് ആദ്യം പരാതിയായി കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്, BJP അല്ല. BJP ഇത് അറിഞ്ഞു പോലുമില്ല. ഈ കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് കേജ്രിവാളിൻ്റെ കള്ളത്തരം കൃത്യമായിട്ട് കടലാസ് അവരുടെ കയ്യിലെത്തി. അവർ CBIക്ക് പരാതി കൊടുത്തു. അങ്ങനെയാണ് കേജ്രിവാളിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. ഇത് കേജ്രിവാളിനും അറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇയാൾ ജയിലിൽ പോയതല്ലേ, ജാമ്യത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പോൾ കേജ്രിവാൾ തിരിച്ചടിച്ചു, താൻ ജാമ്യത്തിൽ നിൽക്കുകയല്ലേ, നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യം എടുത്ത് നിൽക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി, താൻ വലിയ യോഗ്യതയൊന്നും കാണിക്കണ്ട. തൻ്റെ പേരിലും ED കേസുണ്ട്, എൻ്റെ പേരിലും ED കേസുണ്ട്. എനിക്ക് CBI കേസ്, തനിക്ക് ഡൽഹി പോലീസിൻ്റെ കേസ്. എന്ത് വാങ്ങിക്കോട്ടെ, താനും കേസിൽ പ്രതിയാണ്, ജാമ്യത്തിൽ നിൽക്കുന്നു. ഞാനും കേസിൽ പ്രതിയാണ്, ഞാൻ ജാമ്യത്തിൽ നിൽക്കുന്നു. എൻ്റെ കേസ് ശരിയും തൻ്റെ കേസ് തെറ്റുമാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ തമ്മിൽ വട്ടമുടക്കിയപ്പോൾ ഇനി ഒരിക്കലും തമ്മിൽ മിണ്ടുകയില്ല എന്നുള്ള രീതിയിൽ വട്ടമുടക്കി. മാത്രമല്ല, കേജ്രിവാളിന് വേണ്ടിയിട്ട് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ വന്ന് പ്രചരണം നടത്തി. അങ്ങനെ പ്രചരണം നടത്തിയതുകൊണ്ടും കൂടെയാണ് BJP ജയിച്ചത് കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഈ ചില ആൾക്കാരൊക്കെ വേണ്ടാത്തതിൽ തലയിട്ട് കഴിഞ്ഞാൽ മറ്റേ പക്ഷത്തിന് അതിൻ്റെ ഗുണം കിട്ടുമല്ല. അങ്ങനെ BJPക്ക് അതിൻ്റെ ഗുണം കിട്ടി. മമതാ ബാനർജി ഒരു പ്രസ്താവന ഇറക്കി, കേരളം ഇവർ വേണം ആപ്പിനെ ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാലും അവർ നേരിട്ട് വന്ന് പ്രചരണമൊന്നും നടത്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ, ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അഡ്രസ്സ് ഇല്ലാതെ പോയി. നമ്മളുടെ കാശ്മീരിലെ
ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തു, നന്നായി തമ്മിലടിച്ചോ, ഏറ്റവും വേഗം പൊളിയട്ടെ നിങ്ങൾ എന്ന് പറഞ്ഞു. ഈ കക്ഷി ഒമർ അബ്ദുള്ള ഇന്ത്യ മുന്നണിയിലുള്ള ആളാണ്. അയാളാണ് ഇവരെ പരിഹസിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളുടെ സാക്ഷാൽ ശ്രീ NK പ്രേമചന്ദ്രൻ, കൊല്ലം MP, അദ്ദേഹം ഈ അച്ചടി യന്ത്രം വായിൽ വെച്ച് സംസാരിക്കുന്ന ആളാണ്. ഭാരതത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തുടങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. ഒന്നും മനസ്സിലാവില്ല. കുറേ നേരം നിർത്താതെ അങ്ങ് സംസാരിക്കും. ആ പ്രേമചന്ദ്രൻ ഇന്ന് പറഞ്ഞു, ഇത് ശരിയല്ല, ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉണ്ടോ, അനൈക്യം കാരണമാണ് നമ്മൾ തോക്കുന്നത്. ഇവിടെ നിങ്ങൾ ഐക്യപ്പെടേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാം, എന്നിട്ട് കേജ്രിവാളിനെ ജയിപ്പിക്കാം. വാസ്തവത്തിൽ നേരെ തിരിച്ചേ വരുള്ളൂ. BJP ബഹുഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. കാരണം ഈ ഒരുപാട് ന്യായങ്ങൾ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട്. കോൺഗ്രസ്സിന് കിട്ടിയ പെർസെൻറ്റേജ് ആപ്പിൻ്റെ പെർസെൻറ്റേജുമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആപ്പ് ജയിക്കുമായിരുന്നു ഡൽഹിയിൽ. ശരി, ഇങ്ങനെ ഈ പെർസെൻറ്റേജ് വെച്ച് ജനം വോട്ട് ചെയ്യുമോ? ജനത്തിൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് ഏതാ? ജനത്തിൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് ആപ്പാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നുള്ള നിങ്ങളുടെ പ്രിസംഷൻ എങ്ങനെ ശരിയാവുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 7 സീറ്റും BJP അല്ലേ കൊണ്ടുപോകുന്നത്? ആരുടെ വോട്ടാണ്? അതിനകത്ത് കോൺഗ്രസ്സുകാരുടെ വോട്ടില്ലേ? ആപ്പുകാരുടെ വോട്ടില്ലേ? ഉണ്ട്. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ നിങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാം. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് പ്രിഫറൻസ് എന്താണെന്നുള്ളത് ദൈവത്തിനേ അറിയാവുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനും അത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ചുമ്മാ പെർസെൻറ്റേജ് അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 10% ഉണ്ട്, മറ്റവൻ 8% ഉണ്ട്, 10 8 18 ആയേനെ എന്നൊക്കെ പറയുന്നതിൽ ഒരു കഥയുമില്ല. ഇതൊക്കെ വെറുതെ ആർഗ്യൂ ചെയ്തുകൊണ്ട് മനുഷ്യനെ പറ്റിക്കാൻ നടക്കാം. ഈ BJP ജയിച്ചു കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ എവേ എന്ന് പറയും. അവരുടെ വിജയം എക്സ്പ്ലെയിൻ എവേ, അതങ്ങ് വിശദീകരിച്ച് തള്ളുക. BJPയുടെ വിജയം BJPയുടേതല്ല. അതിന് കാരണം അത് ആപ്പിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ BJPയേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ ആപ്പും കോൺഗ്രസ്സുമായിട്ട് വിഭജിച്ചു പോയതുകൊണ്ടാണ് BJP ജയിച്ചത്. ഇത് വിഭജിക്കാതെ ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ വോട്ട് BJPക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ? ആ ന്യായം ഇവർ സമ്മതിക്കില്ല. പിന്നെ കുറേ കൂടെ BJPയോട് സ്നേഹമുള്ളവരുണ്ട്. അവർ പറയും BJP പ്രവർത്തിച്ചു, പക്ഷേ RSS ആണ് ഇതിൻ്റെ പുറകിൽ. RSS എണ്ണയിട്ട യന്ത്രം പോലെ. ഞാൻ ഇന്ന് വരെ കുറേ കാലമായി ഞാൻ RSSൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ അധികാര സ്ഥാനങ്ങളിലൊന്നുമല്ല, ഒരു ചെറിയ RSSകാരനായിട്ട്. ഞാൻ ഈ പറഞ്ഞ എണ്ണയിട്ട യന്ത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ല. 365 ദിവസവും പ്രവർത്തിക്കുന്ന കുറേ മനുഷ്യരതിലുണ്ട്. യന്ത്രങ്ങളൊന്നുമില്ല. സ്വിച്ച് ഇട്ടാൽ അപ്പം തന്നെ ചലിക്കുന്ന അങ്ങനെയൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് വരുന്നു, മോഹൻജി ഭാഗവത്ത് നാഗ്പൂരിലൊരു സ്വിച്ച് ഇടുന്നു, ഉടനെ എല്ലാം യന്ത്രം അങ്ങ്. ഇതെന്ത് ഭ്രാന്ത്? അവർ നിത്യശാഖയായിട്ട് നടക്കുന്ന 365 ദിവസവും പ്രവർത്തിക്കുന്ന, വെയിലാണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. അവർ ഗ്രൗണ്ടിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നാണ്. എന്തിന്? ആർക്ക് വേണ്ടി? BJPക്ക് വേണ്ടിയോ? നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ? RSSൻ്റെ പരിപാടികൾ നടത്തുന്നതല്ലാതെ BJPയുടെ ഒരു പരിപാടി നിങ്ങളൊക്കെ വിശ്രമിച്ചോ ചേട്ടാ, ദേ ഇവിടെ കസേരയിട്ടിട്ടുണ്ട്, ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് RSSന് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഓഫ് കോഴ്സ് അവർ വോട്ട് ചെയ്യിക്കും. എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, മോഹൻദാസ് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതിരിക്കരുത്. എന്നാൽ നാളിതുവരെ എത്ര വർഷമായി, 5 പതിറ്റാണ്ടിൽ കൂടുതലായി ഞാൻ RSSലുണ്ട്. ഒരൊറ്റ തവണ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ഒരു നിർദ്ദേശവും RSSന്ന് വന്നിട്ടില്ല. ഒരു പോസ്റ്റർ ഒട്ടിക്കാനോ ഒരു ജാഥയ്ക്ക് പോകാനോ ഒന്നും. എൻ്റെ തീരെ ചെറുപ്പകാലമായിരുന്നപ്പോൾ പോലും ജാഥ, മുദ്രാവാക്യം, ബഹളമൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നടക്കുമല്ലോ. അന്ന് പോലും എനിക്കൊരു നിർദ്ദേശം RSSന്ന് വന്നിട്ടില്ല. അത് ചെയ്യുകയുമില്ല. ബട്ട് ദേശത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം എപ്പോഴും RSS ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ശ്രമം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എല്ലാവരും കൂടെ ലൈറ്റ് ഓൺ ചെയ്യില്ല, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് RSS ഇത് ചെയ്യുന്നു. ഇവരുടെ വിചാരം ഇത് തലേ ദിവസം RSS തുടങ്ങിയതാണെന്നാണ്. അല്ല, ഇത് തുടങ്ങിയത് 1925. അന്ന് മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തെളിയുന്നു, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നു.
RSS അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെടിക്കെട്ടും പാട്ട് കച്ചേരി ഒരുമിച്ച് നടക്കുമ്പോഴുണ്ടല്ലോ, എല്ലാവരും വെടിക്കെട്ട് ശ്രദ്ധിക്കും. വെടിക്കെട്ട് കഴിയുമ്പോൾ പാട്ട് കച്ചേരി കേൾക്കും. വെടിക്കെട്ട് നടക്കുമ്പോഴും പാട്ട് കച്ചേരിയുണ്ട്, നിങ്ങൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. പാട്ട് കച്ചേരി കർണാടക സംഗീതത്തിൻ്റെ ആ ബേസിൽ 3 മണിക്കൂർ 4 മണിക്കൂർ നീണ്ട പാട്ട് കച്ചേരിയാണ് അമ്പലപ്പറമ്പിൽ നടക്കുന്നത്. അതിനിടയിൽ വെടിക്കെട്ട് നടന്നു. നിങ്ങളുടെ ശ്രദ്ധ മാറിയതുകൊണ്ട് കച്ചേരി ഇല്ലാതാവുന്നില്ലല്ലോ. ഇതുപോലെയാണ് RSSൻ്റെ പ്രവർത്തനം. അത് നിസ്തന്ത്രമായിട്ട് നിതാന്തമായിട്ട് നടക്കുന്നു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ RSSലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ദേ എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കുന്നു. ഇപ്പോൾ BJP പ്രവർത്തിച്ചാലും എന്ത് ചെയ്ത് എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കില്ല. അത് കോൺഗ്രസും ആപ്പും വിഭജിച്ചുകൊണ്ടാണ് ജയിച്ചത്. ഇനി അതിലും കൂടുതൽ BJPയെ സ്നേഹിക്കുന്നവർ പറയും RSS പ്രയത്നിച്ചിട്ടാണ് ജയിച്ചത്. എന്ത് വന്നാലും ശരി BJPക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ ഇവർ തയ്യാറില്ല. ഇതിൻ്റെ മൂർധന്യത്തിലോ മറ്റോ ആണ് നമ്മളുടെ BJP പ്രസിഡൻ്റല്ലോ JP നഡ്ഡ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞു ഞങ്ങൾക്ക് RSSൻ്റെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾക്ക് വർക്കേഴ്സ് ഉണ്ട്, ഞങ്ങൾ തന്നെ വർക്ക് ചെയ്തോളാം എന്ന് പറയാനിടയായത് ഇതുപോലത്തെ ഉത്തരവും കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അത് വായിന്ന് വീണു. ഏത് മനുഷ്യനും പറയില്ല ഒരു രീതിയിലും ക്രെഡിറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഇപ്പോഴും പണ്ട് മുതലെയാണ്. BJPയോ അത് കച്ചവടക്കാരുടെ പാർട്ടിയാണ്. കച്ചവടക്കാരല്ല, കൃഷിക്കാർ ഒക്കെ വോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു അല്ലാതെ പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയാണ്. പിന്നെ അത് ഗ്രാമപ്രദേശത്ത് വന്നു. അപ്പോൾ പറഞ്ഞു ചില ഗ്രാമപ്രദേശങ്ങളിൽ മുന്നോക്ക ജാതിയിൽപ്പെട്ട ഈ ബ്രാഹ്മണരവരൊക്കെ അങ്ങനൊരു പാർട്ടിയാണ്. എന്ത് വന്നു കഴിഞ്ഞാലും BJP സ്പ്രെഡായെന്നോ BJPക്ക് ജനസ്വാധീനം ഉണ്ടായെന്നോ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇതുകൊണ്ടാണ് മറ്റ് പാർട്ടികൾക്ക് ഗുണം പിടിക്കാത്തത്. ഇതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്കും ഗുണം പിടിക്കാത്തത്. BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണ് എന്ന് അംഗീകരിക്കുന്ന നിമിഷം നിങ്ങൾക്ക് ഇന്ത്യ മുന്നണി ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുണ്ട് TV ചർച്ചയിൽ മാധ്യമങ്ങളിലെ കുറേ ആങ്കർമാരും അതിൽ പ്രത്യക്ഷപ്പെടുന്ന കുറേ ഡിബേറ്റർമാരും കൂടിയാണ് ഇന്ത്യ മുന്നണി ഇപ്പം നിലനിർത്തുന്നത്. ഗ്രൗണ്ടിൽ ഇന്ത്യ മുന്നണി ഇല്ല, ആ സാധനം ഇല്ല. മഹാരാഷ്ട്രയിൽ തകർന്നു കഴിഞ്ഞു. ഉദ്ധവ് ഠാക്കറെ വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോയി ഇന്ത്യ മുന്നണി? നമ്മളെ ശരത് പവാർ ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ അജിത് പവാറുമായിട്ട് യോജിച്ച് പറ്റുമെങ്കിൽ ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ മന്ത്രിസഭയിൽ കയറാനിരിക്കുകയാണ് വയസ്സുകാലത്ത്. ഫഡ്നവിസ് സമ്മതിക്കുന്നില്ല. അജിത് പവാറിന് പിന്നെയും സമ്മതമാണ്, ഫഡ്നവിസ് സമ്മതിക്കില്ല. ഇതാണ് ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ. CPMും കോൺഗ്രസും ഇവിടെ ശത്രുക്കളാണ്, ഇവിടെ വിട്ടാൽ പിന്നെ മിത്രങ്ങളാണ്. മമതാ ബാനർജി ബംഗാളിന് പുറത്ത് യാതൊരു സ്വാധീനവുമില്ല. DMK തമിഴ്നാടിന് പുറത്ത് സ്വാധീനമില്ല. എന്ത് ചെയ്യും? എവിടെയുണ്ട് പിന്നെ ഇന്ത്യ മുന്നണി? TV TV ചർച്ചയിൽ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണി കാണാം. അത് ഞാൻ BJPക്കാരോട് പറയുന്നത് യു റെഫ്യൂസ് ടു റെക്കഗ്നൈസ് ഇന്ത്യ മുന്നണി. അങ്ങനെ ഒരു മുന്നണിയിൽ ഏത് മുന്നണിയാണെന്ന് ചോദിക്കുക ധൈര്യമായിട്ട്. എവിടെയാണ് നിങ്ങളുടെ മുന്നണി പ്രവർത്തിച്ചിട്ടുള്ളത്? ഒരു സ്ഥലത്തും പ്രവർത്തിച്ചിട്ടില്ല. ഇവർക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് ഈ 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് 240 സീറ്റേ കിട്ടിയുള്ളൂ. അത് ലോകാവസാനമാണ് എന്ന് വിചാരിച്ച് എല്ലാവരും സന്തോഷിച്ചു. നരേന്ദ്രമോദിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. നരേന്ദ്രമോദി ബുദ്ധിശൂന്യനാണ്, പൊട്ടനാണെന്ന് ആരോപണം ഉന്നയിച്ചു. ആരോപണമല്ല, അത് പറഞ്ഞ് അവർ തന്നെ വിശ്വസിച്ചു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ നരേന്ദ്രമോദിയെ മറ്റെന്ത് വേണമെങ്കിലും വിളിച്ചോ, നരാധമനാണ്, നരഭോജിയാണ്, ന്യൂനപക്ഷ വേട്ട നടത്തുന്നവനാണ്, എന്തും വിളിക്കാം, ബുദ്ധിശൂന്യനാണ്, മണ്ടനാണെന്ന് വിളിക്കരുത്. അത് വിളിച്ച് ഇവർ സ്വയം വിശ്വസിച്ചെന്നേ. ഈ 3 തവണ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ നിസ്സാര സാമർഥ്യം മതിയോ ആ മനുഷ്യന്? സമർത്ഥനാണ്, മിടുക്കനാണ്, ബുദ്ധിയുള്ളവനാണ്. ബാക്കി ആരോപണങ്ങൾ ശരി, നിങ്ങൾ രാഷ്ട്രീയ ആരോപണം അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ബട്ട് ഇത് പറയരുത് കേട്ടില്ല. ഇപ്പോഴും അവർ വിചാരിക്കുന്നത് ഇദ്ദേഹം പൊട്ടനാണെന്നാണ്. ഇന്നിപ്പോൾ സംഭവിച്ചത് എന്താ? 240 സീറ്റുമായിട്ട് മോദി പഴയതിലും ശക്തനായിട്ട് തുടരുന്നു. പഴയതിലും ശക്തനായിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് JDU TDP ഇവർ പിന്തുണ പിൻവലിച്ചാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാനോ വരുമ്പോൾ കാണാം. ഈ രീതിയിലാണ്
മുൻപിൻ നോക്കാതെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി പെരുമാറുന്നത്. ഇന്ത്യ മുന്നണിക്ക് ഈ ഗതികേടുമായി. ഇന്ത്യ മുന്നണി TV ചർച്ചയിൽ തുടങ്ങി. ബുദ്ധിജീവികൾ ലേഖനമെഴുത്ത് നിർത്തി. ഇവരുടെ ബുദ്ധിജീവികളുടെ തലവൻ ഭഗവൻ സിംഗ് എന്ന് പറഞ്ഞിട്ട് ചരിത്രകാരൻ, ശാസ്ത്രകാരൻ, സാഹിത്യകാരൻ, പിന്നെന്തൊക്കെ കാരനാണോ അതൊക്കെ ആയിട്ടുള്ള കാരൻ ആണ് ഭഗവൻ സിംഗ്. അദ്ദേഹം പുസ്തകം എഴുതിയിരിക്കുന്നു, നമ്മൾ ഈ അബദ്ധം കാണിച്ചു. RSSനെ വില കുറച്ച് കണ്ടു, BJPയെ വില കുറച്ച് കണ്ടു, ഭാരതത്തെ വില കുറച്ച് കണ്ടു. ഇന്ത്യ എന്ന ആധുനികതയിൽ നമ്മൾ മുങ്ങിപ്പോയി. ഭാരതത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു. ഇങ്ങനെയൊക്കെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പോൾ കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് മിണ്ടാട്ടമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ബുദ്ധിജീവികൾ ആരും മിണ്ടുന്നില്ല. അഖിലേന്ത്യാ തലത്തിൽ ബുദ്ധിജീവികളെ നോക്കിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് ലേഖനം എഴുതുന്നത് ഇപ്പോൾ യോഗേന്ദ്ര യാദവ് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, കാശി വരവ് നിൽക്കും. അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തോളാം കേട്ടോ, കാശി വരവ്. അപ്പോൾ അതും നിന്ന് കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി ഊർധ്വശ്വാസം വലിച്ചു. ഇപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല, എക്സെപ്റ്റ് ഇൻ TV ഡിബേറ്റ്സ്. ഇന്ത്യ മുന്നണി അവസാനിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി. താങ്ക് യു.